ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും എസ്റ്റക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഓട്ടോമാറ്റിക് ലൈറ്റാണ്. അതായത് രാത്രി തന്നെ ഓൺ ആവുന്നതും രാവിലെ തന്നെ ഓഫ് ആവുന്നതുമായിട്ടുള്ള ഒരു ലൈറ്റാണ്. ആർക്കും സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന 2 മെത്തേഡിലാണ് ഇത് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിൽ പോകുന്നതിന് മുമ്പേ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ താഴെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. ആദ്യത്തെ സർക്യൂട്ട് ചെയ്യാൻ വെറും 3 കമ്പോണൻസ് മാത്രമാണ് ആവശ്യമായിട്ടുള്ളത്. ആദ്യം തന്നെ BT136 എന്ന് പറയുന്ന ഒരു ട്രയാക്ക്, അതുകൂടാതെ ഒരു LDRും 220Kയുടെ ഒരു റെസിസ്റ്ററും കൂടി ആണ് ആവശ്യമായിട്ടുള്ളത്. ഇനി ഇതിൻ്റെ കണക്ഷൻസ് എങ്ങനെയെന്ന് നോക്കാം. ട്രയാക്കിനാകെ 3 ലെഗ്സാണ് ഉണ്ടാവുക. അതിൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും പിന്നിലോട്ട് നമ്മുടെ 220K റെസിസ്റ്റർ സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം. ഓക്കെ, ഇപ്പോൾ റെസിസ്റ്റർ സോൾഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ LDR കൂടി സോൾഡർ ചെയ്ത് പിടിപ്പിക്കണം. LDR സോൾഡർ ചെയ്യേണ്ടത് ട്രാക്കിൻ്റെ 1ാമത്തെയും 3ാമത്തെയും പിന്നിലോട്ടാണ്. അതുകൂടി ഒന്ന് സോൾഡർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഒരു ബൾബിൻ്റെ ഹോൾഡറാണ്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഒരു കുഞ്ഞ് ഹോൾ ഉണ്ടാക്കി കൊടുക്കാം. നമ്മുടെ സർക്യൂട്ടിൻ്റെ LDR കടന്നു പോകാൻ പാകത്തിൽ ഒരു കുഞ്ഞ് ഹോൾ ഉണ്ടാക്കി കൊടുത്താൽ മതി. ഓക്കെ, LDR ഇറങ്ങിപ്പോകാൻ പാകത്തിൽ ഇപ്പോൾ ഒരു കുഞ്ഞ് ഹോൾ ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി നമ്മുടെ ഈ സർക്യൂട്ട് നമ്മൾ ഷോർട്ട് ആവാതിരിക്കാൻ വേണ്ടി ഇതിൻ്റെ പുറത്തു കൂടി ഒരു ഇൻസുലേഷൻ ടൈപ്പ് ഉപയോഗിച്ചിട്ട് ചെറിയൊരു കോട്ടിംഗ് ഉണ്ടാക്കിയെടുക്കണം. ഇനി ഈ സർക്യൂട്ടിലേക്ക് പവർ കൊടുക്കണം. ഡയറക്റ്റ് 220 വോൾട്ടാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. അതിനുവേണ്ടി ഒരു ചെറിയ പീസ് വയർ എടുത്തതിന് ശേഷം അതിൻ്റെ ഒരു അറ്റം ട്രയാക്കിൻ്റെ 2ാമത്തെ പിന്നിലോട്ട് സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. എന്നിട്ട് ആ വയറിൻ്റെ തന്നെ മറ്റേ അറ്റം നമ്മുടെ ബൾബ് ഹോൾഡറിൻ്റെ ഒരു പിന്നിലോട്ടും സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കാം. ഓക്കെ, ഇതിപ്പോൾ നല്ലപോലെ സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ച് കഴിഞ്ഞു. അതിനുശേഷം നമുക്ക് വേണ്ടത് ഇതുപോലുള്ളൊരു കോഡ് വയറാണ്. കോഡ് വയറിൽ ടോട്ടൽ 2 വയേഴ്സാണ് ഉണ്ടാവുക. അതിൽ ആദ്യത്തെ ഒരു വയർ നമ്മുടെ സർക്യൂട്ടിൻ്റെ ട്രാക്കിൻ്റെ 1ാമത്തെ പിന്നിലോട്ട് സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം. അതിനുശേഷം കോഡ് വയറിൽ നിന്ന് വരുന്ന ആ ബാലൻസ് വയർ ബൾബ് ഹോൾഡറിൻ്റെ 2ാമത്തെ പിന്നിലോട്ടും സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കണം. അതുകൂടി സ്ക്രൂ ചെയ്യുന്നതോടെ നമ്മുടെ കണക്ഷൻസ് മുഴുവനായിട്ട് കംപ്ലീറ്റ് ആയി. ഇനി ആദ്യം നമ്മൾ കുറച്ച് ഭാഗം മാത്രമാണ് ഇൻസുലേഷൻ ടൈപ്പ് ഉപയോഗിച്ചിട്ട് നല്ലപോലെ കോട്ട് ചെയ്തത്. ഇനി മുഴുവനായിട്ട് നല്ലപോലെ ഒന്ന് ഇൻസുലേറ്റ് ചെയ്ത് കൊടുക്കുക. കാരണം 220 വോൾട്ടേജ് ഡയറക്റ്റാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. സർക്യൂട്ട് തമ്മിൽ പരസ്പരം ഷോർട്ട് ആകാൻ പാടില്ല. അതുകൊണ്ട് നല്ലപോലെ ഇൻസുലേറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഹോളിൽ കൂടി LDR ഇറക്കി വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഗ്ലൂ ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഗ്ലൂ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഗ്ലൂ ഗണ്ണാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സൂപ്പർ ഗ്ലൂ ഉള്ള സ്ട്രോങ് ആയിട്ടുള്ള ഏതെങ്കിലും ഗ്ലൂവും യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ LDRൻ്റെ പുറത്ത് ഗ്ലൂ ആകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഗ്ലൂ ആയിക്കഴിഞ്ഞാൽ ലൈറ്റ് സെൻസിങ് പ്രോപ്പറായിട്ട് നടക്കില്ല. അപ്പോൾ സർക്യൂട്ട് നല്ലപോലെ വർക്കാകത്തില്ല. ഇനി ഇതിൻ്റെ വർക്കിംഗ് നോക്കാം. ഇതിൻ്റെ വർക്കിംഗ് നോക്കുവാൻ വേണ്ടി അത്യാവശ്യം ഇരുട്ടുള്ള ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ഫ്ലാഷ് അടിച്ചിട്ടാണ് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. ഞാൻ ഫ്ലാഷ് ഓഫ് ചെയ്തിട്ട് ഇത് നോക്കാം. ഇതിൻ്റെ പ്ലഗ് AC-യിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഫ്ലാഷ് ഓഫ് ചെയ്ത ഉടൻ തന്നെ ബൾബ് ഓണായത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും. കാരണം ഇപ്പോൾ ഇത് ഇരുട്ടുള്ള സ്ഥലത്താണ് വെച്ചിട്ടുള്ളത്. ഇനി ഒരു ടോർച്ച് ഉപയോഗിച്ചിട്ട് ആ LDRലേക്ക് ലൈറ്റ് അടിച്ചു കൊടുക്കാം. ഓക്കെ, LDRലേക്ക് ലൈറ്റ് തട്ടുമ്പോൾ തന്നെ ആ ബൾബ് ഓഫ് ആകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ ആ ടോർച്ച് അവിടുന്ന് മാറ്റുമ്പോൾ ബൾബ് വീണ്ടും ഓൺ ആകുന്നതും കാണാൻ പറ്റുന്നുണ്ടാവും. പക്ഷേ ഇതിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഈ സർക്യൂട്ട് LED ബൾബിന് അത്ര നല്ലപോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം LED ബൾബ് ഇതിലോട്ട് യൂസ് ചെയ്യുമ്പോൾ ചെറുതായിട്ടൊരു ബ്ലിങ്കിങ് പ്രോബ്ലം വരുന്നുണ്ട്. അതുകൊണ്ട് ഇതിൽ ഫിലമെൻറ്റ് ബൾബായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. LED ബൾബ് കണക്ട് ചെയ്യാൻ പറ്റുന്ന 2ാമത്തെ സർക്യൂട്ട് നമുക്ക് നോക്കാം. ഓക്കെ, 2ാമത്തെ സർക്യൂട്ടും ചെയ്യാൻ വേണ്ടി വളരെ കുറച്ച് കമ്പോണൻസ് മാത്രമാണ് ആവശ്യമായിട്ടുള്ളത്. അങ്ങനെ BC547 ട്രാൻസിസ്റ്റർ, 100K റെസിസ്റ്റർ, ഒരു LDR, ഡയോഡ്, 12 വോൾട്ട് റിലേ, 9 വോൾട്ട് ബാറ്ററി, പിന്നെ അതിൻ്റെ ക്ലിപ്പും. ഇനി ഇതിൻ്റെയും കണക്ഷൻസ് നോക്കാം. ഇതിൻ്റെ റിലേയിലോട്ടാണ് എല്ലാ കമ്പോണൻസും ഡയറക്റ്റ് സോൾഡർ ചെയ്ത് പിടിപ്പിക്കുന്നത്. അതിനുവേണ്ടി അത് റിലേ എടുക്കുക.
അതിനുശേഷം നമ്മുടെ ഡയോഡും എടുക്കുക. ഡയോഡിന് ആ സിൽവർ കളർ മാർക്കുള്ളതാണ് ഡയോഡിൻ്റെ നെഗറ്റീവ്. ഇനി വീഡിയോയിൽ കാണുന്ന പോലെ റിലേയിലോട്ട് ഡയോഡ് സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം. ഓക്കെ, ഇപ്പോൾ അത് സോൾഡർ ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ കണക്ഷൻ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നുണ്ടാവും. അതിനുശേഷം നമ്മുടെ BC547 ട്രാൻസിസ്റ്റർ എടുത്തിട്ട് അതിൻ്റെ ഒന്നാമത്തെ പിന്ന് ഡയോഡിൻ്റെ പോസിറ്റീവ് പിന്ന് വരുന്ന ആ പോയിന്റിലോട്ട് സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം. ഓക്കെ, ഇനി 2 കമ്പോണൻസ് മാത്രമാണ് ബാക്കിയുള്ളത്. അതിനുവേണ്ടി ആദ്യം LDR എടുത്തിട്ട് LDR ട്രാൻസിസ്റ്ററിൻ്റെ രണ്ടാമത്തെ പിന്നിലോട്ടും മൂന്നാമത്തെ പിന്നിലോട്ടും സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം. ഇനി ബാലൻസ് ആയിട്ടുള്ളത് 100K റെസിസ്റ്റർ മാത്രമാണ്. ആ റെസിസ്റ്റർ സോൾഡർ ചെയ്യേണ്ടത് ഡയോഡിൻ്റെ നെഗറ്റീവ് പിന്നിലോട്ട് ഒരു അറ്റവും മറ്റേ അറ്റം ട്രാൻസിസ്റ്ററിൻ്റെ രണ്ടാമത്തെ പിന്നിലോട്ടുമാണ്. അതും കൂടി ഒന്ന് സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ കണക്ഷൻസ് മുഴുവനായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വോൾട്ടേജ് കൊടുക്കുന്നത് 9 വോൾട്ടാണ്. അതിനുവേണ്ടി 9 വോൾട്ട് ബാറ്ററി ക്ലിപ്പ് എടുത്തതിന് ശേഷം അതിൻ്റെ ചുവന്ന വയർ ഡയോഡിൻ്റെ നെഗറ്റീവും റെസിസ്റ്ററും സോൾഡർ ചെയ്തിട്ടുള്ള ആ പോയിന്റിലോട്ട് സോൾഡർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ കറുത്ത വയർ ട്രാൻസിസ്റ്ററിൻ്റെ മൂന്നാമത്തെ പിന്നിലോട്ടും സോൾഡർ ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ വർക്കിംഗ് നോക്കാം. ആദ്യം 9 വോൾട്ട് ബാറ്ററി അതിൽ കണക്ട് ചെയ്തതിന് ശേഷം LDRലേക്ക് വരുന്ന ലൈറ്റ് ബ്ലോക്ക് ചെയ്യുമ്പോൾ ആ റിലേയിൽ നിന്നൊരു ടിക്ക് എന്ന് പറയുന്ന സൗണ്ട് കേൾക്കാൻ പറ്റും. അങ്ങനെ സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സർക്യൂട്ട് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കാം. ഇനി ഇതിൽ ബൾബ് കൂടി കണക്ട് ചെയ്യാൻ ബാക്കിയുണ്ട്. അതിനുവേണ്ടി ഒരു 9 വാട്ട്സിൻ്റെ LED ബൾബാണ് എടുത്തിട്ടുള്ളത്. അതുകൂടാതെ ഒരു കോഡ് വയർ കൂടി എടുത്തിട്ടുണ്ട്. കോഡ് വയറിൽ ടോട്ടൽ 2 വയേഴ്സാണ് ഉണ്ടാവുക. അതിലൊരു വയർ നമ്മുടെ LED ബൾബിൻ്റെ ഏതെങ്കിലും ഒരു പിന്നിലോട്ട് സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം. ഓക്കെ, അതിപ്പോൾ സോൾഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ വയറിൻ്റെ നടുഭാഗത്ത് നിന്നായിട്ട് ഒരു ചെറിയ പീസ് കട്ട് ചെയ്തെടുക്കണം. ആ കട്ട് ചെയ്യുന്ന പീസ് നമ്മുടെ സർക്യൂട്ടിലോട്ട് കണക്ട് ചെയ്യാനുള്ളതാണ്. ഇനി ആ കട്ട് ചെയ്തതിന് ശേഷം ആ വയേഴ്സിലോട്ട് കുറച്ച് ലെഡ് കൂടി അപ്ലൈ ആണ്. അപ്പോൾ നമ്മുടെ സോൾഡറിങ് പെട്ടെന്ന് നടക്കും. അതിനുവേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മുടെ സർക്യൂട്ട് എടുത്തിട്ടുണ്ട്. ആ സർക്യൂട്ടിലോട്ട് എങ്ങനെയാണ് ഈ ബൾബ് കണക്ട് ചെയ്യുന്നത് നോക്കാം. ഇപ്പോൾ കാണിക്കുന്ന ആ 2 പിന്നിലോട്ടാണ് ഓരോ വയർ വീതം സോൾഡർ ചെയ്ത് കൊടുക്കേണ്ടത്. അതൊന്ന് സോൾഡർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, രണ്ടാമത് വരുന്ന വയർ NO എന്ന് പറയുന്ന ആ പിന്നിലോട്ടാണ് സോൾഡർ ചെയ്ത് കൊടുക്കേണ്ടത്. അതുകൂടി ഒന്ന് സോൾഡർ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതും സോൾഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ആ വയറിൻ്റെ മറ്റേ അറ്റം LED ബൾബിൻ്റെ രണ്ടാമത്തെ പിന്നിലോട്ടും സോൾഡർ ചെയ്ത് പിടിപ്പിക്കണം. ഈ വയർ കൂടി സോൾഡർ ചെയ്യുന്നതിലൂടെ നമ്മുടെ കണക്ഷൻസ് മുഴുവനായിട്ട് കംപ്ലീറ്റ് ആയി. ഇനി ഈ കോഡ് വയർ മെയിനിലോട്ട് കണക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ ക്ലിപ്പിലോട്ട് 9 വോൾട്ട് ബാറ്ററി കൂടി കണക്ട് ചെയ്തിട്ട് നമുക്കിതിൻ്റെ വർക്കിംഗ് നോക്കാം. അതിനുവേണ്ടി നേരത്തെ ചെയ്തതുപോലെ തന്നെ അത്യാവശ്യം ഇരുട്ടുള്ള ഒരു സ്ഥലത്തേക്ക് ഈ സർക്യൂട്ട് കൊണ്ടുപോകാം. ഓക്കെ, ഇപ്പോൾ ഇരുട്ടുള്ള സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട്. ഇനി ആ ക്ലിപ്പിലോട്ട് 9 വോൾട്ട് ബാറ്ററി കണക്ട് ചെയ്യുക. അതുകൂടാതെ ആ കോഡ് വയർ മെയിൻ സപ്ലൈയിലോട്ടും കണക്ട് ചെയ്യുക. അതിപ്പോൾ ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫ്ലാഷ് ഓഫ് ചെയ്യുമ്പോൾ തന്നെ സർക്യൂട്ട് വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കാരണം ഇത് ഇരുട്ടുള്ള സ്ഥലത്താണുള്ളത്. അതിനുശേഷം നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ LDRലോട്ട് ഒരു ടോർച്ച് ഉപയോഗിച്ച് ലൈറ്റ് അടിച്ചു കൊടുക്കുക. ഓക്കെ, ലൈറ്റ് അടിക്കുമ്പോൾ നല്ലപോലെ തന്നെ ഇത് വർക്കാവുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും. നേരത്തെ സർക്യൂട്ടിന് വന്ന പോലെ ഒരു ബ്ലിങ്കിങ് പ്രോബ്ലമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ സർക്യൂട്ടിന് വരുന്നില്ല. അതുകൊണ്ട് LED ബൾബും നിങ്ങൾക്കിതിൽ നല്ലപോലെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക.